ദുബായ് നഗരത്തിൻ്റെ മനോഹരമായ റോഡുകളും ബിൽഡിങ്ങുകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 7 സ്വതന്ത്ര എമിറേറ്റുകളുടെ ഫെഡറേഷനാണ് ഐക്യ അറബ് എമിറേറ്റുകൾ അഥവാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE. അബുദാബിയാണ് UAEയുടെ തലസ്ഥാനം. ആയിരത്തി 1950കളിലെ എണ്ണ നിക്ഷേപത്തിൻ്റെ കണ്ടെത്തലിന് മുമ്പ് UAE ബ്രിട്ടീഷുകാരാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നപ്പോൾ അവികസിതങ്ങളായ എമിറേറ്റുകളുടെ ഒരു കൂട്ടം മാത്രമായിരുന്നു. ട്യൂഷ്യൽ എസ്റ്റേറ്റ്സ് എന്നാണ് അവ അറിയപ്പെട്ടിരുന്നത്. ഈ പ്രദേശങ്ങളിലെ എണ്ണ നിക്ഷേപത്തിൻ്റെ കണ്ടെത്തൽ അവിടങ്ങളിലെ ത്വരിതഗതിയിലുള്ള ആധുനികവൽക്കരണത്തിനും വികസനത്തിനും വഴിവെക്കുകയായിരുന്നു. 1971-ൽ അബുദാബിയുടെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ്റെ നേതൃത്വത്തിൽ 6 എമിറേറ്റുകൾ ചേർന്ന് സ്വതന്ത്രമായ ഫെഡറേഷൻ രൂപം കൊണ്ടു. ഒരു വർഷത്തിനു ശേഷം 7ാമത്തെ എമിറേറ്റായ റാസൽ ഖൈമയും ഫെഡറേഷനിൽ ചേർന്നു. അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ, അജ്മാൻ, അല്ലം ഗുവൈൻ, റാസൽ ഖൈമ എന്നിങ്ങനെ 7 എമിറേറ്റുകളാണ് ഫെഡറേഷനിലെ അംഗങ്ങൾ. ഈ എമിറേറ്റുകളിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അബുദാബിയാണ്. UAEയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതും അബുദാബിയാണ്. സബീൽ പാലസിന് മുന്നിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാലസിൻ്റെ മുൻവശം മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. ആദ്യത്തെ സബീൽ പാലസ് 1950കളുടെ അവസാനത്തിലാണ് നിർമ്മിച്ചത്. അതിൽ മൺകൂനകളാൽ നിർമ്മിച്ച 3 ചെറിയ കെട്ടിടങ്ങളായിരുന്നു. 1963-ൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് പുതിയ സബീൽ കൊട്ടാരം നിർമ്മിക്കുകയും 1965-ൽ പണി പൂർത്തിയാക്കി താമസമാക്കുകയും ചെയ്തു. 1990 ഒക്ടോബർ 7-ന് അദ്ദേഹം മരിക്കും വരെ അവിടെയാണ് താമസിച്ചത്. പഴയ സബീൽ പാലസ് തീരെ ഇപ്പോൾ ഇല്ല. നിലവിൽ കാണുന്നത് ആധുനിക കെട്ടിടങ്ങൾ മാത്രമാണ്. ഇവിടെയുള്ള എല്ലാ റോഡുകളും മനോഹരമാണ്. റോഡിന് ഇരുവശവും വർണ്ണാഭമായ പൂക്കളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. ദ്വീപുകളടക്കം UAEയുടെ വിസ്തീർണം 83,600 ചതുരശ്ര കിലോമീറ്ററുകളാണ്. നദികളോ തടാകങ്ങളോ ഇല്ലാത്ത UAEയിൽ ഭൂഗർഭ ജലസ്രോതസ്സുകൾ അല്ലൈനയിലും ലിവായിലയിലും ഫലാജ് അൽമോഅലിലും മറ്റു മരുപ്പച്ചകളിലും കണ്ടെത്തിയിട്ടുണ്ട്. കടൽ വെള്ളം ഉപ്പ് നിർമ്മാർജ്ജനത്തിലൂടെ ശുദ്ധീകരിച്ചാണ് കുടിവെള്ളമായും വ്യാവസായിക ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്നത്. കേടുപാടുകളില്ലാത്ത മനോഹരമായ റോഡുകളായതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് യഥേഷ്ടം ചീറിപ്പായാം. നിശ്ചിത കിലോമീറ്ററുകൾ പരിമിതി വെച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നത്. വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാൻ തന്നെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഒരു ദിവസം മുഴുവൻ റോഡിൽ കൂടി സഞ്ചരിച്ചിട്ടും ഒരു ആംബുലൻസോ ഒരു അപകടമോ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഗതാഗത സംവിധാനത്തിന് ആ രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ഊന്നൽ. നമ്മുടെ നാട്ടിലാണെങ്കിലോ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ദുബായ് ഫ്രെയിമിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. 150 അടിക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച. പഴയ ദുബായും പുതിയ ദുബായും ഇവിടെ നിന്ന് കാണാൻ കഴിയും. പുതിയ ദുബായിയുടെ കാഴ്ചകളാണിത്.
അമ്പരചുംബികളായ കെട്ടിടങ്ങളും വാണിജ്യ സമുച്ചയങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നുള്ള രാത്രി കാഴ്ച അതിമനോഹരമാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ ചാനൽ തന്നെയുണ്ട്. ദുബായ് മെട്രോയാണ് കടന്നുപോയത്. നഗരത്തിലെ പ്രധാന തിരക്കേറിയ റോഡായ ഷെയ്ഖ് സായിദ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഏഴ് അംഗങ്ങളുള്ള സുപ്രീം ഫെഡറൽ കൗൺസിലാണ് രാജ്യത്തെ പരമോന്നത സഭ. ഫെഡറേഷനിലെ 7 എമിറേറ്റുകളുടെ ഭരണാധിപന്മാരാണ് അതിലെ അംഗങ്ങൾ. കൗൺസിൽ 3 മാസത്തിലൊരിക്കലാണ് യോഗം ചേരുന്നത്. രൂപവൽക്കരണം മുതൽ ഫെഡറേഷൻ്റെ പ്രസിഡന്റായിരുന്നത് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം മകനായ ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹിയാനെ പ്രസിഡന്റായി സുപ്രീം കൗൺസിൽ തിരഞ്ഞെടുക്കുകയായിരുന്നു. മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റാണ്. ആ തീരുമാനം പിന്നീട് സുപ്രീം കൗൺസിലിൻ്റെ അംഗീകാരത്തിനു വിടും. UAEയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ്. സുപ്രീം കൗൺസിലിൻ്റെ ഉപദേശക സമിതി എന്ന നിലയിൽ 40 അംഗങ്ങളുള്ള ഫെഡറൽ നാഷണൽ കൗൺസിൽ ഉണ്ട്. അതിൻ്റെ അംഗങ്ങളെ പ്രസിഡന്റാണ് തിരഞ്ഞെടുക്കുക. ദേശീയ താൽപ്പര്യങ്ങളുള്ള വിഷയങ്ങളിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഫെഡറൽ നാഷണൽ കൗൺസിൽ മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ ഇസ്ലാമിക ശരീഅത്തിൽ അധിഷ്ഠിതമാണ്. പക്ഷേ അമേരിക്കൻ, ബ്രിട്ടീഷ് നിയമങ്ങളുടെ സ്വാധീനം രാജ്യത്തെ വാണിജ്യ വ്യവസ്ഥയിൽ പ്രകടവുമാണ്. നികുതിരഹിതമാണ് UAE എങ്കിലും ഇൻഡയറക്റ്റ് ടാക്സ് പലയിടത്തുമുണ്ട്. ലോകത്തെ മൊത്തം എണ്ണ നിക്ഷേപത്തിൻ്റെ 10% UAEയിലാണ്. അതിൽ 90% അബുദാബിയിലാണ് ഉത്പാദിപ്പിക്കുന്നത്. ബാക്കി ദുബായിലും ഷാർജയിലും മറ്റ് എമിറേറ്റുകളിലുമായാണ്. പ്രകൃതിവാതക നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ആഗോളതലത്തിലെ നിക്ഷേപത്തിൻ്റെ 3% UAEയിലാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ UAEയുടെ എണ്ണ നിക്ഷേപം 100 വർഷത്തേക്കും പ്രകൃതിവാതക നിക്ഷേപം 200 വർഷത്തേക്കും കൂടെ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. പേർഷ്യൻ ഗൾഫിലെ പ്രധാന വാണിജ്യ നഗരവുമാണ് ദുബായ്. ദിർഹമാണ് UAEയുടെ നാണയം. ഒരു ദിർഹം 100 ഫിൽസായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. അബുദാബിയിലെ UAE സെൻട്രൽ ബാങ്കാണ് നോട്ടുകൾ വിതരണം ചെയ്യുന്നത്. കെട്ടിടങ്ങൾക്കിടയിലൂടെ ദൂരെയായി കാണുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയാണ്. ബുർജ് ഖലീഫയുടെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ഉടൻ തന്നെ ഗ്രേറ്റ് മീഡിയ വിഷൻ സംപ്രേഷണം ചെയ്യുന്നതാണ്.
അറേബ്യയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഷാർജ എമിറേറ്റ്സ് ആണ്. ഔദ്യോഗിക ഭാഷ അറബിയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, പാഴ്സി, ഉറുദു, മലയാളം എന്നീ ഭാഷകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇവിടെ. മുസ്ലിം രാജ്യമാണെങ്കിലും യുഎഇയുടെ ഭരണഘടന മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ പള്ളികളും ഹൈന്ദവ ക്ഷേത്രവും ഗുരുദ്വാരയുമൊക്കെ പല എമിറേറ്റുകളിലുമുണ്ട്. യുഎഇയിൽ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനും ബിസിനസ്സുകൾ നടത്തുവാനും ഡ്രൈവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, പ്രവാചകന്റെ ജന്മദിനം, ദേശീയ ദിനം, ഹിജ്റ വർഷ ആരംഭം, അറഫ ദിനം എന്നിവയാണ് യുഎഇയിലെ പ്രധാന അവധി ദിവസങ്ങൾ. നവംബർ 2 യുഎഇയുടെ ആദ്യ പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ അന്തരിച്ചത്. 2006 ഡിസംബർ 16 ആദ്യമായി ദേശീയ തെരഞ്ഞെടുപ്പ് നടന്നത്. ഫെഡറൽ നാഷണൽ കൗൺസിലിലെ പകുതിയോളം അംഗങ്ങളെ നിരവധി വോട്ടർമാർ തെരഞ്ഞെടുത്തു. മറ്റു രാജ്യങ്ങൾ അനുഭവിച്ച അറബ് വസന്തത്തിൽ നിന്ന് യുഎഇ ഏറെക്കുറെ രക്ഷപ്പെട്ടു. എന്നിരുന്നാലും അൽ ഇസ്ലയിൽ നിന്നുള്ള 60 എമിറാത്തി പ്രവർത്തകർ അട്ടിമറി ശ്രമത്തിനും യുഎഇയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനുമുള്ള ശ്രമത്തിനും പിടിയിലായി. യുഎഇയിലെ കാലാവസ്ഥ ഉഷ്ണമേഖല വരണ്ടതാണ്. ചൂടുള്ള വേനൽക്കാലവും ചൂടുള്ള ശൈത്യകാലവുമുണ്ട്. ഏറ്റവും ചൂടേറിയ മാസങ്ങൾ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളാണ്. ഡിസംബർ 28 റാസൽ ഖൈമയിലെ ജബൽ ജെയ്സ് പർവ്വത സമുച്ചയത്തിൽ ആദ്യമായി യുഎഇയിൽ മഞ്ഞ് രേഖപ്പെടുത്തി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മഞ്ഞും ആലിപ്പഴവും കൂടുതൽ കാണപ്പെട്ടു. ജബൽ ജെയ്സ് പർവ്വത സമുച്ചയത്തിൽ റെക്കോർഡുകൾ ആരംഭിച്ചതിനു ശേഷം 2 തവണ മാത്രമാണ് മഞ്ഞ് അനുഭവപ്പെട്ടത്. പാം ജുമൈറ ബീച്ചിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ദൂരെയായി കാണുന്നത് അറ്റ്ലാന്റിസ് ഹോട്ടലാണ്. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ പാലത്തിലൂടെയാണ് മോണോ റെയിൽ കടന്നു പോകുന്നത്. ദ പോയിന്റ് എന്നാണ് ഈ ഏരിയയെ പറയുന്നത്.
2001 ജൂണിലാണ് പാം ജുമൈറ ദ്വീപിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. പാം ജുമൈറ ദ്വീപിൻ്റെ മുഴുവൻ വീഡിയോ ഗ്രേറ്റ് മീഡിയ വിഷൻ പിന്നീട് സംപ്രേഷണം ചെയ്യുന്നതാണ്. വ്യക്തിഗത എമിറേറ്റുകളിലെ ഭരണാധികാരികളെ സൂചിപ്പിക്കാൻ അമീറിന് പകരം ഷെയ്ഖ് എന്ന തലക്കെട്ടാണ് UAE ഉപയോഗിക്കുന്നത്. അറേബ്യയിലെ ഗോത്രങ്ങളുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഷെയ്ഖ്ഡം ശൈലിയിലുള്ള ഭരണ സംവിധാനം കാരണം ഈ തലക്കെട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ ഷെയ്ഖ് എന്നാൽ നേതാവ്, മൂപ്പൻ അല്ലെങ്കിൽ തൻ്റെ അനുയായികളുമായി പങ്കിടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കെടുക്കുന്ന വംശത്തിൻ്റെ ഗോത്രത്തലവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത് ഫെഡറൽ സുപ്രീം കൗൺസിലാണ്. സാധാരണഗതിയിൽ അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ നഹിയാൻ കുടുംബത്തിൻ്റെ തലവനാണ് പ്രധാനമന്ത്രി സ്ഥാനമായ ദുബായ് ആസ്ഥാനമായുള്ള അൽ മക്തൂം കുടുംബത്തിൻ്റെ പ്രസിഡന്റ് തലവനും. ഒരാളൊഴികെ എല്ലാ പ്രധാനമന്ത്രിമാരും ഒരേ സമയം വൈസ് പ്രസിഡന്റായിട്ടുമുണ്ട്. ഓരോ 4 വർഷത്തിലും രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് വിളിച്ചു കൂട്ടുന്ന ഫെഡറൽ നാഷണൽ കൗൺസിലാണ് UAE നിർമ്മാണ സമിതി. ദുബായ് എമിറേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള എമിറേറ്റ്. ഈ യാത്രയ്ക്കിടയിൽ തന്നെ നിരവധി പാലസുകളാണ് നമ്മൾ കണ്ടുപോയത്. മറ്റു പല പേർഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് UAE. ഇവിടുത്തെ റോഡ് നവീകരണവും റോഡിൻ്റെ പരിപാലനവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ റോഡിൽ കൂടി തന്നെ സഞ്ചരിക്കുമ്പോൾ ഏതൊരു യാത്രക്കാരനും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ 5 മാസം കഴിയുന്തോറും റോഡിന് ഇരുവശവുമുള്ള പൂക്കൾ മാറ്റി പുതിയവ കൊണ്ടുവയ്ക്കും. നിരവധി ഡിസൈനുകളാണ് അവർ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നത്. ദുബായിയുടെ തീരദേശ റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ തീരദേശ റോഡുകൾ എങ്ങനെയിരിക്കുമെന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും.
കേവലം 25 വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയായി കിടന്ന സ്ഥലമാണിതൊക്കെ. നിലവിലെ കാഴ്ചകൾ ഇതാണ്. എന്തു മനോഹരമാണ് ഇത് കണ്ടിരിക്കാൻ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജുമൈറ ബീച്ച് തേടിയാണ്. കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സഈദ് സ്ട്രീറ്റ്, ജുമൈറ റോഡ് അല്ലെങ്കിൽ ജുമൈറ ബീച്ച് റോഡ് എന്നും ഈ റോഡിനെ അറിയപ്പെടുന്നു. മുമ്പ് അൽ സുഫു റോഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റിലെ ദുബായിലെ ഒരു പ്രധാന റോഡായിരുന്നു. ദുബായിയുടെ തീരത്തിന് സമാന്തരമായി പേർഷ്യൻ ഗൾഫിലൂടെയും സെയ്ദ് സായിദ് റോഡ് വഴിയും ഈ റോഡ് ജുമൈറയുടെ ഉപപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുകയാണ്. അൽ സൂഫിൻ്റെ പ്രദേശത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദി 94 കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സ്ട്രീറ്റ് റോഡ് എന്നറിയപ്പെടുകയാണ്. ദുബായ് മാരിടൈം സിറ്റിക്കും ദുബായ് ഡ്രൈ ഡോക്കിനും സമീപമാണ് ഇത് ഉദ്ഭവിക്കുന്നത്. ജുമൈറ ബീച്ചിനു ശേഷം തെക്കോട്ട് തിരിഞ്ഞാൽ ഷെയ്ഖ് സായിദ് റോഡുമായി ഈ റോഡ് ബന്ധിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് പേർ കുളിക്കുകയാണ്. കൂടുതലും ഇന്ത്യക്കാരാണെന്നാണ് തോന്നുന്നത്. ഇതിന് ഭാഗത്തായി നിരവധി സ്റ്റാർ ഹോട്ടലുകളാണ് കാണുന്നത്. ഒരു കാലത്ത് ദുബായിയുടെ ഐക്കണായിരുന്ന ബുർജ് അൽ അറബ് ഹോട്ടലാണ് ദൂരെ നമ്മൾ കണ്ടത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയരം കൂടിയ ഹോട്ടലുകളിൽ ഒന്നാണ് ബുർജ് അൽ അറബ് ഹോട്ടൽ. ഏതാണ്ട് 321 മീറ്റർ ഉയരമുള്ളതാണ് ഈ ഹോട്ടൽ. ബുർജ് ഖലീഫ വരുന്നതിന് മുമ്പ് ദുബായിയുടെ ലാൻഡ്മാർക്കായിരുന്നു ബുർജ് അൽ അറബ് ഹോട്ടൽ. അത്യാധുനിക ആഡംബരമാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത. ബുർജ് അൽ അറബ് ഹോട്ടലിൽ താമസിക്കാൻ ഏറ്റവും കുറഞ്ഞ റൂമിൻ്റെ റെൻറ്റ് ഒരു ദിവസത്തേക്ക് 85,000 രൂപയാണ്. ഏറ്റവും കൂടിയ നിരക്ക് 26 ലക്ഷവുമാണ്. ഇതുപോലെ നിരവധി ബീച്ചുകളാണ് ദുബായിലുള്ളത്. എല്ലായിടത്തും തിരക്ക് തന്നെയാണ്. വൈകുന്നേരമാകുമ്പോൾ ഇവിടെയെല്ലാം വർണ്ണപ്രഭമായ ലൈറ്റുകളാൽ അലങ്കൃതമാകും. ഗ്രേറ്റ് മീഡിയ വിഷന് വേണ്ടി ഈ യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് നൈസ് ഡിജിറ്റലാണ്. നൈസ് ഡിജിറ്റൽ ഏർപ്പെടുത്തിയ കാറിലാണ് ദുബായ് സിറ്റി കാണാനുള്ള എൻ്റെ ഈ യാത്ര ആരംഭിച്ചത്. നിരവധി പുതിയ പുതിയ പ്രോജക്റ്റുകളാണ് ഓരോ ദിവസവും ദുബായിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ കാണുന്നതായിരിക്കില്ല ദുബായ്, ഇതുക്കും മേലെയായിരിക്കും.
ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ ദുബായ് ഒരു അത്ഭുതമാണ്. ടൂറിസം മേഖലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്ന് തന്നെ അതിശയപ്പെടും. ഓരോരോ വ്യത്യസ്തമായ ആകർഷണ രീതികളുള്ള കണ്ടുപിടുത്തങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ 6 മാസം കൂടുന്തോറും നടക്കുന്ന ഗ്ലോബൽ വില്ലേജ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലോകത്തെ മൊത്തം ഒരു കുടക്കീഴിൽ കാണിക്കുന്ന ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബൽ വില്ലേജിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഇനി കാണാൻ പോകുന്നത് സബീൽ ഗ്രാൻഡ് മോസ്കാണ്. 2012 ഇത് നിർമ്മിച്ചത്. ദുബായിയുടെ വികസനത്തിലും വളർച്ചയിലും മുൻനിരക്കാരനായ ഷെയ്ഖ് റാഷിദ് അൽ മക്തൂമിനെ ആദരിക്കാനായി ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം മസ്ജിദ് എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടത്. UAE ദുബായിലെ സബീൽ 2 മസ്ജിദ് നിർമ്മിച്ചത്. മസ്ജിദിനുള്ളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 5500 പേർക്ക് ഇരിക്കാവുന്ന സജ്ജീകരണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മസ്ജിദിൻ്റെ രൂപകൽപ്പനയിൽ ഇസ്ലാമിക രൂപങ്ങളും ആധുനിക ലിപികളോട് കൂടിയ അബ്ബാസിദ്, മംലൂക്കി ഘടകങ്ങളും സംയോജിപ്പിച്ചിരിക്കുന്നു. ജ്യാമിതീയ രൂപങ്ങളും നക്ഷത്രങ്ങളുമുള്ള ഒരു അലങ്കാര രൂപകൽപ്പനയാണ് പള്ളിയുടെ സീലിംഗിൻ്റെ സവിശേഷത. ചുറ്റുമുള്ള ചുവരുകൾക്ക് സീലിംഗിൻ്റെ ആകൃതിയിൽ ഉൾക്കൊള്ളുന്ന ഒരു ഏകീകൃത രൂപകൽപ്പനയുമുണ്ട്. മനോഹരമാണ് ഈ പള്ളിയുടെ ഉൾവശം. എന്നാൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. ദുബായിൽ പുഴയോ ആറോ അരുവികളോ ഒന്നും തന്നെയില്ല. നമ്മുടെ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് തന്നെ അത് സൂചിപ്പിച്ചിരുന്നതാണ്. എന്നാൽ മനോഹരമായ റോഡുകളിൽ കൂടി സഞ്ചരിച്ചു വന്നപ്പോഴാണ് ഒരു നീളമുള്ള പുഴ കണ്ടത്. പുഴ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. ഇപ്പോൾ സഞ്ചരിക്കുന്നത് ദുബായ് ക്രീക്കിൽ കൂടെയാണ്. മനുഷ്യനിർമ്മിതമായി കൃത്രിമമായി പണി കഴിപ്പിച്ച ഒരു പുഴയിൽ കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. 1 ദിർഹം കൊടുത്താൽ മറുകരയിലെത്താം. അതായത് ബർ ദുബായിയുടെ അവസാന ഭാഗമാണത്. ഇവിടെ നിന്ന് ബർ ദുബായിയുടെ ദുബായ് സൂക്കിലോട്ട് നമുക്ക് യഥേഷ്ടം സഞ്ചരിക്കാം. വ്യാപാര സമുച്ചയമാണ്. തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിനേക്കാളും അതിവിപുലമായ വ്യാപാര സമുച്ചയമാണ് ഇവിടങ്ങളിൽ കാണാൻ കഴിയുന്നത്. ബർ ദുബായിയുടെയും ദുബായ് സൂക്കിൻ്റെയും ദുബായ് ഗോൾഡ് സൂക്കിൻ്റെയും ഒക്കെ വിപുലമായ ഒരു വീഡിയോ ഗ്രേറ്റ് മീഡിയ വിഷൻ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതാണ്. മറുകരയിലെത്താൻ ആവശ്യമില്ലെങ്കിൽ പോലും വെറുതെ ഒരു രസത്തിന് വേണ്ടി മാത്രമാണ് മിക്ക സഞ്ചാരികളും ഇവിടെ വന്ന് 1 ദിർഹം കൊടുത്ത് മറുകരയിലെത്തുന്നത്. തിരിച്ച് അവിടെ നിന്നും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു. ഇത് തന്നെയാണ് ഞാനും ചെയ്തത്. ദുബായിലെ റോഡുകളെ വിവിധ കാറ്റഗറികളിലായാണ് തരംതിരിച്ചിരിക്കുന്നത്. E11, E44, 66, 77, 94, D63, 73, 85, 89, D19, 92, 94 എന്നിങ്ങനെയാണിത്. ദുബായ് എമിറേറ്റ്സിലെ പ്രധാന റോഡുകളിലൊന്നാണ് ഷെയ്ഖ് സായിദ് റോഡ്. 1980 ഈ ഹൈവേ പൂർത്തിയായത്.
അബുദാബിയിലെ മക്ത പാലത്തിന് സമീപത്തു നിന്നാണ് ഈ റോഡ് ആരംഭിക്കുന്നത്. ദുബായിൽ നിന്നും അബുദാബിയിലേക്കുള്ള യാത്ര വളരെ വേഗത്തിലാക്കാൻ ഈ ഹൈവേ സഹായിക്കുകയാണ്. അബുദാബിയിലെയും ദുബായിലെയും ഷെയ്ഖുമാർ ഷെയ്ഖ് സായിദിനോട് 1971 ഈ പദ്ധതിക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. അംഗീകാരം ലഭിച്ച ഉടൻ നിർമ്മാണം ആരംഭിക്കുകയും 1980 പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ റോഡ് മുമ്പ് ഡിഫൻസ് റോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1993 98 ഇടയിൽ റോഡ് 30 കിലോമീറ്റർ കൂടി വികസിക്കുകയായിരുന്നു. ഈ മെച്ചപ്പെടുത്തലിനോടൊപ്പം പേരിൽ ഒരു മാറ്റവും വന്നു. അന്നത്തെ ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ പേരാണ് ഈ റോഡിന് നൽകിയത്. അങ്ങനെയാണ് ഈ റോഡിന് ഷെയ്ഖ് സായിദ് റോഡ് എന്നറിയപ്പെട്ടു തുടങ്ങിയത്. മിക്ക എമിറേറ്റുകളുടെയും പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുകയാണ് ഈ റോഡ്. അബുദാബി എമിറേറ്റിലെ അൽ ദഫ്ര മേഖലയിലെ അൽ സിലാഹിലെ സൗദി അറേബ്യ UAE അതിർത്തിയിലെ അൽ ബത്ത ബോർഡർ ക്രോസിംഗിൽ നിന്ന് നീണ്ടുകിടക്കുകയും അൽ ഒമാൻ UAE അതിർത്തി ക്രോസിംഗ് അവസാനിക്കുകയും ചെയ്യുകയാണ് ഈ റോഡ്. വിവിധയിടങ്ങളിൽ വിവിധ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. അബുദാബിയിലെ ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് റോഡ്, ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് റോഡ്, ദുബായിലെ ഷെയ്ഖ് സായിദ് റോഡ്, ഷാർജ എമിറേറ്റിലെ അൽ ഇത്തിഹാദ് റോഡ്, കൂടാതെ അജ്മാൻ എമിറേറ്റ്, റാസൽ ഖൈമയിലെ ഷെയ്ഖ് മുഹമ്മദ് സലേം റോഡ് തുടങ്ങിയവയെല്ലാം UAEയുടെ പ്രധാനപ്പെട്ട റോഡുകളാണ്. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് E11 ഹൈവേ കൂടിയാണ്, അതായത് ഷെയ്ഖ് സായിദ് റോഡ്. E എന്നത് എമിറേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ആയിരത്തി 1995 ദേശീയമായും അന്തർദേശീയമായും പ്രാധാന്യമുള്ള UAEയിലെ അതിവേഗ റോഡുകളെ പ്രതിനിധീകരിക്കുന്നതിനായി നമ്പർ സിസ്റ്റം കൊണ്ടുവന്നു. അതാണ് ആദ്യം ഞാൻ പറഞ്ഞ വിവിധ നമ്പറുകൾ. എമിറേറ്റ്സ് ടവേഴ്സ് ഉൾപ്പെടെ ദുബായിലെ ഒട്ടുമിക്ക അമ്പരചുംബികളായ കെട്ടിടങ്ങളും ഷെയ്ഖ് സായിദ് റോഡിലാണ്. പാം ജുമൈറ, ദുബായ് മറീന തുടങ്ങിയ വികസനങ്ങളെയും ഈ ഹൈവേ ബന്ധിപ്പിക്കുന്നുണ്ട്. ദുബായ് മെട്രോയുടെ റെഡ് ലൈനിൻ്റെ ഭൂരിഭാഗവും ഈ റോഡിനോടാണ് ചേർന്ന് കിടക്കുന്നത്. ദുബായിൽ തന്നെ ഹൈവേയുടെ ഭൂരിഭാഗവും ഓരോ ദിശയിലും 7 മുതൽ 8 വരെ പാതകളുണ്ട്. സമീപ വർഷങ്ങളിൽ സർക്കാർ ഒരു കനാൽ നിർമ്മിച്ചിരുന്നു, ദുബായ് വാട്ടർ കനാൽ. പദ്ധതിയുടെ ഭാഗമായി റോഡിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്ത് വിവിധ പാലങ്ങൾ നിർമ്മിക്കുകയായിരുന്നു. ഗതാഗത സംവിധാനത്തിന് എന്തെല്ലാം മാർഗങ്ങളാണ് UAE സ്വീകരിച്ചിരിക്കുന്നത്? ദുബായ് ഡ്രമ്മാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൽ കൂടിയാണ് ഇതിൻ്റെ ട്രാക്ക്.
ഒരു സൈഡിൽ കൂടി വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ മറു സൈഡിൽ കൂടി ദുബായ് ഡ്രം കടന്നു പോകുന്നു. അതിനു മുകളിലായി ദുബായ് മെട്രോയും. കാണാൻ പറ്റിയ മനോഹരമായ കാഴ്ചകളാണ് ദുബായ് സമ്മാനിക്കുന്നത്. നിലവിൽ മറീന ബീച്ചിന് സമീപമാണ് എത്തിയിട്ടുള്ളത്. വെളുത്ത മണൽ നിറഞ്ഞ ബീച്ചുകളും ഫാഷനബിൾ ഹൈ എൻഡ് റെസ്റ്റോറൻറ്റുകളും വർണ്ണാഭമായ ഹോട്ടലുകളും മാളുകളും ഉള്ളതിനാൽ സമ്പന്നമായ ഈ തീരദേശ ജില്ലയും ദുബായിയുടെ ഏറ്റവും പ്രശസ്തമായ പ്രദേശങ്ങളിലൊന്നായാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച തെരുവുകളിലൊന്നായി ഈ ബീച്ചും ഈ പരിസരവും തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ദുബായിലെ കോടീശ്വരന്മാരിൽ 30% പേരും ഈ ബീച്ചിന് സമീപമാണ് താമസിക്കുന്നത്. US ആസ്ഥാനമായുള്ള വെബ്സ്റ്റർ പസഫിക് നടത്തിയ ഒരു വിശകലനത്തിലൂടെയാണ് ഇക്കാര്യം ലോകത്തോട് വെളിപ്പെടുത്തിയത്. കടൽ തീരങ്ങൾ, റെസിഡൻഷ്യൽ ഏരിയകൾ, പ്രധാന സ്റ്റാർ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയവയെല്ലാം ഈ പരിസരത്താണുള്ളത്. നിലവിൽ റോഡുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറീന ബീച്ചും ഡേ ക്രൂസ് യാത്രയും സംബന്ധിച്ച് നല്ലൊരു വീഡിയോ ഇതിനു മുമ്പ് തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം പ്രകാശപൂരിതമാണ്. ബീച്ചിനോടനുബന്ധിച്ച് തന്നെ വിവിധ റൈഡുകളും ഗെയിമുകളും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഈ പ്രദേശത്തെത്താൻ ദുബായ് മെട്രോയിൽ യാത്ര ചെയ്താൽ ശോഭ സിറ്റിയിൽ വന്നിറങ്ങണം. അവിടെ നിന്ന് കാൽനടയായി നമുക്ക് ഇവിടുത്തെ ബീച്ചിലെത്താം. ദുബായ് സിറ്റിയുടെ മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു കൊണ്ടിരുന്നത്. ലോക ടൂറിസം ഭൂപടത്തിന് തന്നെ ദുബായ് എന്ന രാജ്യം മാതൃകയാവുകയാണ്. കാഴ്ചകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ദുബായ് സിറ്റിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടത്. കാണാനും കേൾക്കാനും ഇനിയുമേറെയുണ്ട്. ദുബായിയെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോകൾ ഗ്രേറ്റ് മീഡിയ വിഷൻ ചാനലിൽ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ലോകം കാണാനിറങ്ങുന്നവർ ആദ്യം വരേണ്ട ഒരിടമാണ് UAE. കേവലം മരുപ്പച്ചയായ മരുഭൂമിയെ തുച്ഛമായ കാലങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും നടത്താതിരുന്നാൽ ഇതിനേക്കാളും മികച്ചത് ചെയ്യാനാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ YouTube കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.